ചില അടയാളങ്ങൾ. അതിൽ ഒന്നാമത്തത് കസ്റത്തു സിക്രില്ല, ധാരാളമായി റബ്ബിനെ ഓർക്കുന്നവനായിരിക്കും. സിക്ർ നിലച്ചു പോവില്ല, ഏത് സമയവും അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അയാളെ കൂടുതൽ നമ്മൾ ചിന്തിച്ചിരിക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ മക്കൾ അല്ലേ, നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്, അപ്പോൾ ആ മക്കളെ നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ ഉപ്പ, ഉമ്മ, അവരൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും ശക്തമായി ഓർക്കേണ്ടത് ആരെയാണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികളുടെ പ്രത്യേകത, അവർ ശക്തമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹ് പറയാ, അള്ളാഹുവാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാളുടെ നാവിന്ന് ദിക്റുണ്ട് വരണമെങ്കിൽ മുംതലിയുൻ ഖൽബുഹു ബിഹുബ്ബില്ലാ, അവൻ്റെ മനസ്സ് നിറയെ സ്നേഹം നിറയണം. ആരോട്? അള്ളാഹിനോട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദിക്ർ ഓർമ്മ വരണമെങ്കിൽ നമ്മുടെ റബ്ബിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ ഓർമ്മ വരണമെങ്കിൽ അള്ളാഹ് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹിനോടുള്ള ഇഷ്ടം ശക്തമാവണം. എങ്കിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടൊരു ഹദീസായിരിക്കാം, എങ്കിലും വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സൂചിപ്പിച്ചേ മതിയാവൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഉനബ്ബിഉക്കും, സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മത്തെ, വഅസ്കാഹാ ഇൻദ മലീകിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ കർമ്മത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, വഅർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങളുടെ പദവികൾ, സ്വർഗത്തിൽ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ഏറ്റവും നല്ലൊരു കർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, വഖൈറുൻ ലക്കും മിൻ ഇൻഫാഖിദ് ദഹബി വൽ വരിഖ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു കർമ്മത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, വഖൈറുൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, യുദ്ധമുഖത്ത് ശത്രുവിനെ നേരിൽ കണ്ടുകൊണ്ട് ആ ശത്രു നിങ്ങളുടെ ശരീരത്തിലേക്ക് വെട്ടി പരിക്കേൽപ്പിക്കുന്നതും നിങ്ങൾ ചിരിച്ചങ്ങോട്ട് വെട്ടുന്നതും അതിനേക്കാൾ ഖൈറായ ഒരു പ്രവർത്തനത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് പറയുകയാണ്, അതേ റസൂലേ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അവർക്കറിയേണ്ടത് കർമ്മങ്ങളാണ്. എന്താണ് അത്ര നല്ല കർമ്മമായിട്ട് ഏതാ ഉള്ളത് റസൂലേ? എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞു? പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ളത്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, നമ്മുടെ പദവികൾ ഉയർത്തുന്നത്, സ്വർണവും വെള്ളിയൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിനേക്കാൾ ഖൈറായത് ഏതാണ്? ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. സുഹൃത്തുക്കളെ, ദിക്റുള്ളക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ നിസ്കാരം എളുപ്പമായി കിട്ടാൻ, എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ട് തോന്നാതെ എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റും. അതേപോലെ തന്നെ സക്കാത്ത്, ഇസ്ലാമിൻ്റെ ഏത് ശറാഇകളാവട്ടെ, ഇസ്ലാമിൻ്റെ ഏത് ശരീഅത്താവട്ടെ, ആ ശരീഅത്തെല്ലാം, ഇസ്ലാമിൻ്റെ ഏത് കർമ്മവും നമുക്ക് എളുപ്പം നിർവഹിക്കാൻ പറ്റുക ദിക്ർ നിലനിൽക്കുമ്പോഴാണ്. നാവിൽ എപ്പോഴും ദിക്റുള്ള ഉണ്ടോ അവന് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതല്ലാത്തവന് പ്രിയപ്പെട്ടവരെ നല്ല ഇടങ്ങറായിരിക്കും അത് കൊണ്ടടക്കാൻ. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ടല്ലോ, അദ്ദിക്റു ലിൽ ഖൽബി കൽമാഇ ലിസ്സമക്, മനസ്സിന് ദിക്ർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്, ഒരു മത്സ്യത്തിന് വെള്ളം എങ്ങനെയാണോ അങ്ങനെയാണ്. ഒരു മത്സ്യത്തിന് വെള്ളം എത്ര അനിവാര്യമാണോ അതുപോലെയാണ് ഹൃദയത്തിന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെന്നാണ്. ഫമാ ബാലുസ്സമകി ഇദാ ഫാറഖൽ മാ, വെള്ളത്തിൽ നിന്നൊരു മത്സ്യം പുറത്തു ചാടിയാൽ എന്താ സംഭവിക്കുക എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ചോദ്യം. നമുക്കൊക്കെ അറിയാം, വെള്ളത്തിൽ നിന്നൊരു മത്സ്യം പുറത്ത് ചാടിയാൽ അത് മരിച്ചു. അപ്പം നമ്മുടെ മനസ്സിൽ ദിക്റുള്ള ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചുപോയി, നമുക്ക് ജീവനില്ല. അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ ജീവനുള്ള ആളല്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരുത്തനും റബ്ബിനെ ഓർക്കാത്ത ഒരുത്തനും തമ്മിലുള്ള ഉപമ എങ്ങനെയെന്നറിയുമോ? മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണ്. അള്ളാഹിനെ ഓർക്കുന്ന ഒരുത്തൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അള്ളാഹിനെ ഓർക്കണില്ലെങ്കിലോ നമ്മൾ മരിച്ചതിന് സമാനാണെന്നാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത്
നമുക്കൊക്കെ ചിന്തനീയമായൊരു കാര്യം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയാണ്, വമൻ യദ്കുറുല്ലാഹ യഹ്യ ഖൽബഹു, ആരെങ്കിലും റബ്ബിനെ ഓർക്കുന്നുണ്ടോ അവൻ്റെ മനസ്സിന് ജീവനുണ്ടാവും. വയദ്ഹറു അസറ ദാലിക ഫീഹി, അതേപോലെ തന്നെ ആ റബ്ബിനെ ഓർക്കുമ്പോൾ ആ ദിക്റിൻ്റെ എല്ലാ സ്വാധീനങ്ങളും എല്ലാ അടയാളങ്ങളും അവൻ്റെ ജീവിതത്തിൽ കാണാം. ഫയകൂനു ദാലിക നാഫിഅൻ ലഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അതിൻ്റെ പ്രയോജനം അവന് കിട്ടും. ബിഖിലാഫി മൻ ലാ യദ്കുറുല്ലാഹ സുബ്ഹാനഹു വ തആല ഫഹുവ കൽ ജീഫ, അള്ളാഹുവിനെ ഓർക്കാത്തവൻ ഒരു ജീഫത്തിനെ പോലെയാണ്. എന്താ ജീഫത്ത് എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു ജഡം, ഒരു ശവശരീരം, ചത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് പുഴുവരിക്കുന്ന ആ ഒരു ജഡത്തിനാണ് ജീഫത്ത് എന്ന് പറയുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. റബ്ബിനെ ഓർക്കുന്നില്ലെങ്കിൽ അവനൊരു ജീഫത്താണ്, അവനൊരു ശവമാണ്, അവന് ഒരു ജഡമാണ്, ഒരു മയ്യത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിലേതിലാണ് പെടുക? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ എങ്കിൽ ദിക്ർ നമ്മുടെ നാവിൽ എന്നും ഉണ്ടാവും. നല്ലോണം നമ്മൾ വിലയിരുത്താം. നമുക്ക് വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ ഇങ്ങനെ ചെല്ലാൻ ഓർമ്മ വരുന്നുണ്ടോ? നമുക്കിങ്ങനെ പള്ളിക്കുള്ളിക്ക് കയറുമ്പോൾ അല്ലാഹു മുഫ്തഹ്ലി അബ്വാബ റഹ്മതിക് എന്ന് ചൊല്ലാനുള്ള ഓർമ്മ വരുന്നുണ്ടോ? അതല്ല, നമ്മളെ അശ്രദ്ധ പിടികൂടിയിട്ടുണ്ടോ? നമ്മൾ നല്ലോണം പരിശോധിക്കണം. സഹോദരങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ യഹ്യാ നബിയോട് അള്ളാഹു 5 വസിയ്യത്ത് കൊടുക്കുന്നുണ്ട്. യഹ്യാ നബിക്ക് ഒരു ദീർഘമായ വിഷയമാണ്. ആ 5-ൽ ഒരു വസിയ്യത്ത് എന്തെന്നറിയോ? യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ പഠിപ്പിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് പറഞ്ഞു തരാൻ. മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ ഉപദേശിച്ച ഉപദേശം, വആമുറുക്കും ബിദിക്രില്ലാഹി കസീറ, നിങ്ങൾ ധാരാളമായി റബ്ബിനെ ഓർക്കണം, നിങ്ങൾ ധാരാളമായി റബ്ബിനെ ഓർക്കണം. വമസലു ദാലിക കമസലി റജുലിൻ തലബഹുൽ അദുവ്വു സിറാഅ, റബ്ബിനെ ഓർക്കുക അതല്ലെങ്കിൽ ദിക്റുള്ളയുടെ ഉപമ ഒരാളെ ശത്രുക്കൾ പിടികൂടാൻ വേണ്ടി വരികയാണ്. സിറാഅൻ, ധൃതിയോടുകൂടി, ഫി അസരി, അവൻ്റെ പുറകിൽ തന്നെയുണ്ട്. ഒരാളങ്ങനെ ശത്രുക്കൾ പിടികൂടാൻ വേണ്ടി വരുമ്പോൾ ഒരാൾ എന്ത് ചെയ്യണം? ഓടാൻ. അപ്പോൾ ആ ഓടുന്നതിനിടയിൽ ഈ മനുഷ്യനൊരു കെട്ടിടം കാണാൻ പറ്റി, ഒരു കോട്ട. ആ കോട്ടക്കുള്ളിൽ കയറി അദ്ദേഹം എന്ത് ചെയ്തു? കോട്ടയുടെ വാതിലടച്ചു. ഇനി ശത്രുക്കൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ആ കോട്ടക്കുള്ളിലേക്ക് കയറാൻ കഴിയില്ല. ഇതുപോലെയാണ് ദിക്റുള്ള എന്നാണ്. പിശാചിനൊരിക്കലും ദിക്ർ ശീലിക്കുന്ന ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ മഹാനായ സ്വഹാബി വര്യൻ പറയുന്നുണ്ട്, അശ്ശൈത്വാനു ജാസിമുൻ അലാ ഖൽബി ബിനി ആദം, പിശാച് മനുഷ്യന്റെ മനസ്സോട് ഒട്ടിച്ചേർന്നിരിക്കുന്നുണ്ട്. ഫഇദാ സഹാ വഗഫല, നമ്മളെങ്ങാനും അശ്രദ്ധമായി ജീവിക്കുകയാണെങ്കിൽ വസ്വസ, അവൻ നമ്മളെ വസ്വാസിലാക്കും, അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. വഇദാ തദക്കറ, നമ്മൾ ദിക്റുള്ളവരായി മാറിയാലോ ഖനസ, അവൻ വിരണ്ടോടിപ്പോകുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാചിൽ നിന്നുള്ള ഒരു വലിയ സംരക്ഷണം നമുക്ക് ഒരുങ്ങുന്നത് അള്ളാഹുവിനോടുള്ള ദിക്ർ നിലനിർത്തുമ്പോഴാണ്. ഇനി ദിക്ർ ഇല്ലെങ്കിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്, ശൈത്താൻ കൂടെ ഉണ്ടാവും. ശൈത്താൻ കൂടെ ഉണ്ടാവും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താന ഫഹുവ ലഹു ഖരീൻ. പടച്ച റബ്ബിൻ്റെ ദിക്റിനെ മറന്നുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, നുഖയ്യിദ് ലഹു ശൈത്താന, അവനൊരു പിശാചിനെ ഞാൻ ഏർപ്പാടാക്കി കൊടുക്കും, അവനാ പിന്നെ അവൻ്റെ കൂട്ടാളി. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ലാസിമുൻ ലം ഫക്ക മിൻഹു, അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്, വേർപ്പെടുകയില്ല, എപ്പോഴും പിന്നാലെ ഉണ്ടാവും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, മനുഷ്യൻ്റെ മനസ്സിന് 2 ഹാലേ ഉള്ളൂ, 2 അവസ്ഥ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ എപ്പോഴും അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ സ്പേസാണ്, അഥവാ ഒഴിഞ്ഞടക്കണം. അവിടെ പിന്നെ കയറാരാ? ഇബ്ലീസാണ്. അവിടെ ശൈത്താൻ കയറും. റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയും റബ്ബിനെക്കുറിച്ചുള്ള ദിക്റും ഇല്ലാത്ത ഒരു മനസ്സ് ആർക്കാണോ ഉള്ളത്, അതിനുള്ളിൽ പിശാച് കയറിയിരുന്ന് അവൻ്റെ താണ്ഡവമാടുമെന്ന് മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സിൽ ദിക്റുള്ള നഷ്ടപ്പെട്ടു പോകരുത്. ദിക്റുള്ള എന്ന് പറഞ്ഞാൽ കേവലം നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് ആ ഒരു ദിക്ർ ചെല്ലൽ മാത്രമല്ല, അള്ളാഹിനെ ഓർക്കുക, എപ്പോഴും റബ്ബിനെക്കുറിച്ചുള്ള ഒരു ബോധം, അത് ദിക്റുള്ളയാണ്. ഏറ്റവും ചെറിയ രീതി, അഥവാ ദാക്കിരീൻ അല്ലാഹ കസീറൻ വ ദാക്കിറാത്ത് എന്ന് പറഞ്ഞല്ലോ ഖുർആനിൽ. ആ
ദറജയിലേക്ക് എത്തേണ്ടതിൻ്റെ ഏറ്റവും ചെറുത്, ഏറ്റവും ലോ ലെവൽ എന്താണെന്നറിയോ? ഇബ്നു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, റഹ്മാനായ റബ്ബിനെ ഏറ്റവും അധികം ഓർക്കുന്ന വിശ്വാസികളും വിശ്വാസിനികളും ആ പദവിയിലേക്ക് എത്തിപ്പെടാൻ അതിൻ്റെ ഏറ്റവും ലോ ക്വാളിറ്റി എന്താണെന്നറിയോ? ലോ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി അല്ല, ലോ ക്വാളിറ്റി എന്താണെന്നറിയോ? അദ്കാർ സ്വഭാവം മസാവും ഉണ്ടാവണം. അദ്ബാർ സ്വലാത്ത് അഥവാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ നിലനിർത്തിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഓരോ മുസീബത്ത് വരുമ്പോൾ ദിക്റുകൾ ചെല്ലണം. ഓരോ സമയത്തും നമ്മൾ ചെല്ലേണ്ടതായ ദിക്റുകളൊക്കെ ചെല്ലണം എന്നാണ്. അത് ഇതിൻ്റെ ഏറ്റവും ചെറിയ ദറജയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ചെറിയ ദറജയിലെങ്കിലും നമ്മളുണ്ടോ? അദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് എന്ന ഗണത്തിൽ നമുക്ക് പെടാൻ കഴിയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിൽ അദ്കാർ സ്വഭാവവും മസാവും ഉണ്ടാവണം, നിസ്കാരശേഷമുള്ള ദിക്റുകൾ ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോഴുള്ള ചില ദിക്റുകളുണ്ടല്ലോ, ചില മുസീബത്ത് വരുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലുള്ള ദിക്റും അവൻ്റെ നാവിലുണ്ടാവണം. അപ്പോഴാണ് ഒരു ചെറിയ ദിക്റുള്ള ഉള്ള ആൾ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ആ ലെവലിലെങ്കിലും ഉണ്ടോ നമ്മൾ പരിശോധിക്കുക, എന്നിട്ട് നമ്മൾ മാറുക. കാരണം നമ്മുടെ മനസ്സിൽ ദിക്റുള്ള ഇല്ലാതെയായാൽ പിന്നെ അവിടെ കയറി വരുന്നത് ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. ഈ അശ്രദ്ധ ഉണ്ടായുള്ള പ്രശ്നം എന്താണെന്നറിയോ? നശിച്ചുകൊണ്ട് പോവും, തുലഞ്ഞു പോവും, ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ ഈ ദുനിയാവിൽ തന്നെ ഒരു ചെറിയ അശ്രദ്ധ വന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കും അല്ലേ? ഒരു കുട്ടിയെ നമ്മൾ റോട്ടിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിയെ വലതുവശത്ത് പിടിച്ച് ഉമ്മ ഇടതുവശത്തും നടന്നാൽ അതിലൂടെ ഉണ്ടാകുന്നൊരു അപകടം എന്താ? ഒന്ന് ഓണടിച്ചാൽ ചിലപ്പോൾ കുട്ടി ഇങ്ങോട്ട് മാറില്ല, കുട്ടി അങ്ങോട്ട് മാറും. കുട്ടി ഇങ്ങോട്ട് മാറില്ല, കുട്ടി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ആ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ ദുരന്തം ഉണ്ടാവുകയാണ് അല്ലേ? കാറ് ഓഫാക്കാതെ ഒരു സുഹൃത്ത് എന്ത് ചെയ്യാണ്? ഡോറ് തുറന്ന് പുറത്തിറങ്ങി, ആ ചാവി അതിൽ വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി ആക്സിലേറ്ററിൻ്റെ ചവിട്ടി, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കുട്ടി നേരെ റോട്ടിൽ കൊണ്ട് പോയി. ഒരു ചെറിയ അശ്രദ്ധയാണ്, ഉണ്ടായ ദുരന്തം എത്ര വലുതാ ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്രോൾ പമ്പിൽ കയറിയിട്ട് ആ ചെറിയ ആക്റ്റീവ പോലുള്ള സ്കൂട്ടർ അതിൻ്റെ മുന്നിൽ കുട്ടിനെ ഇരുത്തി ചാവിയും അതിൽ ഓണാക്കി വെച്ച് കൊടുത്തു എന്നാണ്. ഈ സ്ത്രീ ഇറങ്ങി എന്തോ ഒരു കാര്യം വാങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേനും കുട്ടി ആ ഇതെടുത്തു. നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വീഡിയോകൾ. ആ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ആ കുട്ടിൻ്റെ ജീവൻ ഇല്ലാണ്ടാവാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ദുനിയാവിൻ്റെ വിഷയമാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ പരലോകത്തിൻ്റെ വിഷയം പറയണ്ട. അപ്പം അതുകൊണ്ട് ഒരിക്കലും അശ്രദ്ധ വന്നു പോകരുത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു അഅറാഫിൻ്റെ 205-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ഉദ്ദു ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. നീ റബ്ബിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. സ്വന്തത്തിൽ, സ്വയം എന്ന് വെച്ചാൽ രഹസ്യമായി പരസ്യമായി ഒക്കെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. രാവും വൈകുന്നേരവും ഒക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അള്ളാഹ് അടിവരയിട്ട് നമ്മളോട് പറഞ്ഞു, വലാ തകും മിനൽ ഗാഫിലീൻ, ഒരിക്കലും നീ അശ്രദ്ധയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവല്ല. അശ്രദ്ധ ഉണ്ടാവല്ലേ? അശ്രദ്ധ ഉണ്ടായ പ്രശ്നമാണ് ഞാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ അശ്രദ്ധ വന്നുപോയാൽ നമ്മൾ നന്നായിട്ട് പ്രയാസപ്പെടും. ദിക്ർ നഷ്ടപ്പെട്ടാൽ ആ ദുരന്തം പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടായിരിക്കും. മഹാനായ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, മനസ്സ് വല്ലാത്തൊരു പിരിമുറുക്കം, മനസ്സിന് വല്ലാത്തൊരു കാഠിന്യം, എന്ത് കേട്ടാലും നന്നാവാൻ പറ്റണില്ല. എത്രയെത്ര ഉപദേശങ്ങൾ കേൾക്കുന്നു, എത്രയെത്ര ക്ലാസ് കേൾക്കുന്നു, എത്ര ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നു നമ്മൾ. പ്രിയപ്പെട്ടവർ, നമുക്കിത് തോന്നിയിട്ടുണ്ടോ? എന്തെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് പടച്ചോനെ, എന്നിട്ട് എൻ്റെ മനസ്സ് എന്തെങ്ങനെ, എൻ്റെ മനസ്സിനൊരു മാറ്റം വരുന്നില്ലല്ലോ, ഇതെനിക്ക് സ്വാധീനിക്കുന്നില്ലല്ലോ. എത്രയെത്ര മനുഷ്യരെ ഞാൻ ഖബറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കെന്താണ് റബ്ബേ പരലോകത്തെക്കുറിച്ച് ഓർമ്മ വരാത്തത്? അവിടെയാണ് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തു, അതിബ്ഹു ബിദിക്രില്ല, നീ അതിനെ ലോലമാക്കണം എന്നാണ്. എങ്ങനെ? മനസ്സ് നീ ലോലമാക്കണം. എങ്ങനെ? ബിദിക്രില്ല, റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദിക്റുള്ള നമ്മുടെ നാവിൽ എന്നും നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ ഈമാനുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ്. ഒന്നാമത്തെ അടയാളം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തത്, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നു, ഒരു നന്മ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഒരു ഇടങ്ങറ്, ഒരു പ്രയാസം. ഒരു ജമാഅത്ത് നമുക്ക് പോയി വാങ്ങും, വല്ലാത്തൊരു സങ്കടം.
നമ്മളെന്നും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളാണ്, ഒരു ദിവസം വരാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങേറ്, ആ ദിവസത്തിൽ വല്ലാത്തൊരു ദുഃഖം, ഒരു മനപ്രയാസം. അല്ല, എന്നും ളുഹാ നിസ്കരിക്കുന്ന ആളാണ്, ഒരു ദിവസം എന്തോ തിരക്കപ്പെട്ടു, പടച്ചോൻ പ്രതിഫലം കൊടുക്കും. ഒരു ഉദിർ അനിവാര്യമായ ഉദിറാണെങ്കിൽ, അനിവാര്യമാണ് കാരണം കൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയതെങ്കിൽ അള്ളാഹു കൂലി തരും. പക്ഷെ എന്നാലും നമുക്കൊരു ഇടങ്ങേറ്. എന്നൊരു സുഹൃത്ത് വിളിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, സദാ ഞാൻ എന്നും തിങ്കളും വ്യാഴം നോമ്പ് വെക്കാറുണ്ട്, പക്ഷേ ഇന്നലെ ഞാനത് മറന്നുപോയി. എന്നുവെച്ചാൽ നോമ്പ് ആ വ്യാഴം എന്നുള്ള ദിവസത്തെ തന്നെ ആ മനുഷ്യൻ മറന്നുപോയി. അങ്ങനെ വരാമല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ രാവിലെ ഒരു വെള്ളം കുടിച്ചിട്ടുണ്ട്, എനിക്ക് നോമ്പ് വെക്കാൻ പറ്റുമെന്ന്. സുബഹിസ്കാരം കഴിഞ്ഞ് ഒരു വെള്ളം കുടിച്ചു, പക്ഷേ അപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്ന് വ്യാഴാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് നോമ്പ് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള വിളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം ഒരു നോമ്പ് നഷ്ടപ്പെടുമ്പോൾ, ഒരു ദിവസം അദ്ദേഹം സ്ഥിരമായി കൊണ്ടു നടന്നൊരു കാര്യം അദ്ദേഹത്തിന് അങ്ങോട്ട് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഇത് നമുക്കുണ്ടോ? ചരിത്രത്തിൽ ബുക്കാഊൻ എന്ന് പറയുന്ന ഒരു കൂട്ടം സ്വഹാബത്തുണ്ട്. ബുക്കാഊൻ എന്ന് പറഞ്ഞാൽ ശക്തമായി കരഞ്ഞവർ എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലോണം കരഞ്ഞവർ. എന്തിനാ അവർ കരഞ്ഞെന്നറിയോ? അവരെന്തിൻ്റെ പേരിലാണ് കരഞ്ഞെന്നറിയോ പ്രിയപ്പെട്ടവരെ? തബൂക്ക് യുദ്ധത്തിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് കുറച്ച് സ്വഹാബത്ത് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, റസൂലെ ഞങ്ങൾക്കും വരണം. അന്ന് യുദ്ധത്തിന് കൊണ്ടുപോകാനുള്ള ഒട്ടകങ്ങൾ കുറവാണ്, ഇവരെ കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല. തബൂക്കിലേക്ക് പോകണമെങ്കിൽ കുറച്ച് അകലെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് സ്വഹാബത്ത് ചോദിക്കാൻ, റസൂലെ ഞങ്ങൾക്കും വരണം. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ റസൂല് പറഞ്ഞു, ഒന്നുമില്ല, നമുക്ക് പോകാനുള്ള വാഹനമില്ല, പടച്ചോ നിങ്ങൾക്ക് കൂലി തരും, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾക്ക് ഉതിറുണ്ടല്ലോ. പക്ഷേ സ്വഹാബത്തിന് വല്ലാത്തൊരു സങ്കടമായി. വിശുദ്ധ ഖുർആൻ ആ സ്വഹാബത്തിൻ്റെ അവസ്ഥ പറഞ്ഞത് എങ്ങനെയെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅഅ്യുനുഹും തഫീലു മിനദ്ദംഇ ഹസന, ദുഃഖം കൊണ്ട് കണ്ണീരിങ്ങനെ ചാലിട്ടൊഴുകിയിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത് എന്നാണ്. എന്തൊക്കെ പോകാൻ പറ്റാത്തതുകൊണ്ട്? തബൂക്ക് യുദ്ധത്തിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട്, ഒരു നന്മ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവർ കരയാൻ. എങ്ങനെ? തഫീലു മിനദ്ദംഇ ഹസന, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുന്നു. അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ ചാരത്ത് വന്ന് തബൂക്കിലേക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ ഞങ്ങൾക്ക് അവസരം തരണമെന്ന് ആവശ്യപ്പെട്ട സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്തിനോട് പറയണം, അവർക്ക് കുറ്റമില്ല, അവർക്ക് ശിക്ഷയില്ല, അവർക്ക് പ്രതിഫലം തബൂക്കിൻ്റെ പ്രതിഫലം അവർക്കും രേഖപ്പെടുത്തും. റസൂലെ, അവർ നിങ്ങളുടെ സദസ്സിൽ നിന്ന് തിരിച്ചു പോയത്, റസൂലിൻ്റെ ചാരത്ത് വന്ന് ആ സ്വഹാബത്ത് മടങ്ങിപ്പോകുന്നത് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. എന്തിൻ്റെ പേരിൽ? ഈ യുദ്ധത്തിലേക്ക്, ഈ നന്മ മുടങ്ങിപ്പോയതിൻ്റെ പേരിൽ, ഈ ജിഹാദിൻ്റെ കൂലി കിട്ടാത്തതിൻ്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊരു ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ ഒരു സങ്കടം, മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറ്, പടച്ചോൻ പോയല്ലോ. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എന്നുണ്ടാകുന്നുവോ അന്നാണ് നമ്മൾ ഹൃദയം കൊണ്ട് ഈമാനുള്ളവരായി മാറുക. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം പങ്കെടുക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഗിബ്തു അൻ അവ്വലി ഖിതാലിൻ ഖാതൽതൽ മുശ്രിക്കീൻ, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ നിങ്ങൾ മുശ്രിക്കീങ്ങളുമായി നടത്തിയ ആദ്യ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, അതിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ലഇനില്ലാഹു അശ്ഹദനി ഖിതാലൽ മുശ്രിക്കീന ലയറയന്നല്ലാഹു മാ അസ്ന. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇനിയൊരു യുദ്ധം ഒരുങ്ങുകയാണെങ്കിൽ അനസ് എന്താണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാന്നാണ്. നോക്കി നിങ്ങൾ, ബദർ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനിയൊരു യുദ്ധം ഈ അനസിനെങ്ങാനും ഒരുങ്ങിക്കിട്ടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉഹദിൻ്റെ രണഭൂമിയിലേക്ക് പ്രിയപ്പെട്ടവരെ, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ സ്വഹാബി പറയുന്നൊരു വാക്കുണ്ട്. ഉഹദിൻ്റെ രണാങ്കണം ഒരുങ്ങിയപ്പോൾ ആവേശത്തിൽ അതിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നത് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയാണ്, വഇന്നീ ലഅജിദു റീഹൽ ജന്നതി മിൻ ഉഹദ്, ഉഹദ് പർവ്വതത്തിൻ്റെ ആ താഴ്ഭാഗത്ത് സ്വർഗത്തിൻ്റെ പരിമളം ഞാൻ അനുഭവിക്കുന്നു സഅദ്
എന്ന് പറഞ്ഞ് ഉഹദിൻ്റെ രണഭൂമിയിലേക്ക് ഇറങ്ങി തിരിച്ചു. 80 വെട്ടാണ്, 80-ലധികം കുത്തുകളും വെട്ടുകളുമാണ് ആ സ്വഹാബിയുടെ ശരീരത്തിൽ ഉഹദ് രണാങ്കണം അവസാനിച്ചപ്പോൾ കണ്ടത് എന്നാണ്. നോക്കൂ നിങ്ങൾ, നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ക്ലാസ് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അടുത്തൊരു ഇൻഷാ അല്ലാഹ് ഇനിയുള്ള മാസങ്ങളിൽ ഒരു QHLS പോലും ഞാൻ മുടക്കൂല. അതാ തീരുമാനം. ഒരു സുബഹി ജമാഅത്ത് ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് സങ്കടം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾക്ക് അവർക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ 2 അടിമകളെ അവർ മോചിപ്പിക്കുന്നതാണ്. 2 അടിമയെ മോചിപ്പിക്കുക, 60 മിസ്കീനുകൾക്ക്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. എന്തിൻ്റെ പേരിൽ? ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. ആ ജമാഅത്തിൻ്റെ പ്രതിഫലത്തെ പ്രിയപ്പെട്ടവരെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഈ മലപ്പുറം അങ്ങാടിയിൽ ഒരു സാധനം നമ്മൾ വിൽക്കുന്നു. ആ സാധനത്തിന് 500 രൂപയാണ്. എന്നാൽ തൊട്ടടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് തൊട്ടപ്പുറത്ത് പാണക്കാട് എത്തിയപ്പോൾ അതേ സാധനം വേറൊരാൾ വിൽക്കുന്നത് 1000 രൂപക്കാണ്. നമ്മൾ ഇവിടെ വിറ്റ അതേ സാധനം അവിടെ പോയി വിൽക്കുകയാണെങ്കിൽ നമുക്ക് 500ൻ്റെ ലാഭം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പലപ്പോഴും ഒരു ദുഃഖം ഉണ്ടാവും, അല്ലേ? പടച്ചോനെ, ഇവിടെ വിൽക്കേണ്ടിയിരുന്നില്ല, അവിടെ പോയി വിറ്റ ഒരു 500 കൂടി അധികം കിട്ടിയിരുന്നല്ലോ. എന്ന സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ അതിനേക്കാൾ 27 ഇരട്ടി കൂലി പള്ളിയിൽ വന്ന് ജമാഅത്തായതിനുണ്ട് എന്ന് നമുക്കറിയാലോ. ആ 27 ഇരട്ടി നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ നമുക്ക് ആർക്കെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും. അങ്ങനെ ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ട്. ഇല്ലേ? നമ്മുടെ മനസ്സിൽ ഈമാൻ ഇല്ല. ഈമാനിന് എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളം അതിൻ്റെ സമയത്തെ പരിഗണിക്കുന്നു എന്നതാണ്. ഇപ്പം നമ്മൾ അള്ളാഹിൻ്റെ കൽപ്പനയെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നണം, എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുബഹിൻ്റെ സമയം, ആ സമയത്ത് തന്നെ നമ്മൾ നിസ്കരിക്കണം. ലുഹറിൻ്റെ സമയം, ആ സമയത്ത് തന്നെ നമ്മൾ നിസ്കരിക്കുന്നു. അതിൻ്റെ വാജിബാത്തുകളും അതിൻ്റെ അർക്കാനുകളും അതിൻ്റെ പൂർണ്ണതയും എല്ലാം നമ്മൾ പരിഗണിക്കുന്നു എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളെ നമ്മൾ ശിരസ ബഹുമാനിക്കുന്നു, അതിനെ വല്ലാതെ ആദരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ ആദരവ് കൊടുത്തിട്ടില്ല. അള്ളാഹിൻ്റെ കൽപ്പനകളോട് നമ്മൾ ആദരവ് കൊടുത്തിട്ടില്ല. അള്ളാഹ് വാജിബാക്കിയൊരു കാര്യത്തോട് നമ്മൾ തീർത്തും അലസരായി പോവാൻ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളോട് ഈ ഒരു മനോഭാവമാണോ നമുക്കുള്ളത്? അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ, അതിൻ്റെ പൂർണ്ണത, അല്ലേ? സുജൂദിൽ കൈ എങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെ വെച്ച്, അല്ലേ? എങ്ങനെയാണ് വിരൽ നീട്ടേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് റുക്കൂഅ്, എങ്ങനെയാണ് ഓതേണ്ടത്, എന്ത് ദിക്റാണ് ചെല്ലേണ്ടത്, സുജൂദിൽ എന്തെല്ലാം ദിക്റുണ്ട്, ഇങ്ങനെ അങ്ങനെ പഠിച്ച് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ബഹുമാനിക്കുന്നവരാണ്. മാത്രമല്ല, അദ്ദേഹം അതിനെ ചേർത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, വൽ ഹസന വൽ കആബത വൽ അസഫ് ഇൻദ ഫവാത്തി ഹഖ്ഖിൻ മിൻ ഹുഖൂഖിഹാ. ഈ ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ വല്ലാത്തൊരു ദുഃഖം, റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ഒരു കാര്യം നമുക്കൊരു ദിവസം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഖേദം, ദുഃഖം, മനസ്സിന് പ്രയാസം അങ്ങനെ നമുക്കുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ബഹുമാനിക്കുന്നവരാണ്. അതല്ല എങ്കിൽ അതിന് ബഹുമാനം കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ രണ്ടാമത് നമുക്ക് പരിശോധിക്കാനുള്ള, നമ്മുടെ ഹൃദയം ഈമാനുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള രണ്ടാമത്തെ ഒരു അടയാളമാണ് നന്മകൾ മുടങ്ങിപ്പോകുമ്പോൾ ടെൻഷൻ വരുന്നുണ്ടോ, അല്ലെ? നന്മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നല്ല കാര്യങ്ങൾ എന്നും നമ്മൾ ശീലിക്കുന്നു, ആ ശീലങ്ങൾ ഇടക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനസ്സിനൊരു ദുഃഖം കടന്നു വരുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കാം. മൂന്നാമത്തെ കാര്യം, സമയത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്ന ഗൗരവമാണ്. സമയത്ത് പിശുക്കാൻ പറ്റണം എങ്കിൽ നമ്മുടെ മനസ്സിന് ഈമാനുണ്ട്. സമയമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം. യബ്ന ആദം ഇന്നമാ അൻത അയ്യാം. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയാണ്, യബ്ന ആദം, ആദമിൻ്റെ പുത്ര, നീ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്. നീ എന്ന് പറഞ്ഞാൽ, നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ച് ശനിയും കുറച്ച് ചൊവ്വയും കുറച്ച് ബുധനും അങ്ങനെ കുറച്ച് ദിവസങ്ങളാണ്. ഫഇദാ ദഹബ മിൻക യൗമുൻ ദഹബ ബഅലുക്. നിന്റെ ജീവിതത്തിൽ ഒരു ശനി നഷ്ടപ്പെട്ടാൽ, ഒരു തിങ്കൾ നഷ്ടപ്പെട്ടാൽ, ഒരു ചൊവ്വ നഷ്ടപ്പെട്ടാൽ നിന്റെ ശരീരത്തിലെ ഒരു വിരൽ പോയതുപോലെയാണ്, നിന്റെ ശരീരത്തിലൊരു കൈ പോയതുപോലെയാണ്. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു രൂപമാണ് നമ്മൾ.
നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളാണ് ഇല്ലാതെയാവുന്നത്. അങ്ങനെ സമയത്തെ പരിഗണിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? വെറുതെ സമയം കളയാൻ കുറേ ഗെയിമിൽ, കുറേ ഫേസ്ബുക്കിൽ, കുറേ റീൽസിൽ, അല്ലേ, കുറേ സ്റ്റാറ്റസുകൾ വെറുതെ നോക്കി ഇങ്ങനെ ഇട്ടിരിക്കുക. അവിടെ പോയതും സ്റ്റാറ്റസ് ഇടുക, ഇവിടെ പോയതും സ്റ്റാറ്റസ് ഇടുക. ഈ ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പോൾ നോമ്പ് തുറകൾ ട്രെൻഡാണ്, അതൊക്കെ സ്റ്റാറ്റസ് ഇടുക, അല്ലേ. ജീരകക്കഞ്ഞി ഉണ്ടാക്കി അത് സ്റ്റാറ്റസ് ഇടും. തരിക്കഞ്ഞി ഉണ്ടോ അതിൻ്റെ ഒരു ഗ്ലാസ് സ്റ്റാറ്റസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ത് ആവശ്യമെന്നും മനസ്സിലാവണില്ല. ഇങ്ങനെ തീർത്തും വെറുതെ സമയം കൊല്ലുന്ന, വെറുതെ സമയത്തെ കളയുന്നൊരവസ്ഥ ഒരു മുഅ്മിനുണ്ടാവില്ല. അങ്ങനെ ഉണ്ടോ അവൻ്റെ ഈമാനിന് എന്തോ പ്രശ്നമുണ്ട്. ദഖാത്തു ഖൽബുൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ച് നോക്കിയും ഇങ്ങനെ ഒരു ഇടിപ്പ് ഇങ്ങനെ ഉണ്ട്. ആ മിടിപ്പ് നമ്മളോട് ഒരു കാര്യം വിളിച്ചു പറയുന്നു. അതാ പറഞ്ഞത്, ദഖാത്തു ഖൽബുൽ മർഇ, മനുഷ്യ നിന്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നോട് സംസാരിക്കുന്നുണ്ട്. എന്താ നിന്നോട് സംസാരിക്കുന്നത്? ഇന്നൽ ഹയാത, നിശ്ചയമായും ജീവിതമെന്ന് പറഞ്ഞാൽ ദഖായികും വസവാനി, കുറച്ച് നിമിഷങ്ങളും കുറച്ച് സെക്കൻഡുകളും കുറച്ച് മിനിറ്റുകളും മണിക്കൂറുകളും മാസങ്ങളും വർഷങ്ങളും മണിക്കൂറുകളും ഒക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്നതിനനുസരിച്ച് നമ്മളും ഇല്ലാതെയാവുകയാണ്. ഈ ബോധം നമുക്ക് വേണം. ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ കുറച്ച് മുമ്പ് കുറച്ച് ഒരു ചിന്തിക്കുന്നൊരു കാര്യം കേൾക്കാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ, ഒരു പിതാവ് മകനെ വിളിക്കാൻ, എന്നിട്ട് മകനോട് പറഞ്ഞു, മോൻ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഗൾഫിൽ നിന്ന് വരുന്ന മക്കൾ ചോദിക്കുമല്ലോ ഉപ്പമാരോട് എന്താണ് വേണ്ടത്. ഈ ഉപ്പ പറഞ്ഞത്, എനിക്കൊരു ക്ലോക്ക് വേണം, ടിക് ടിക് ശബ്ദമടിക്കുന്നൊരു ക്ലോക്ക് വേണം എന്നാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വല്ലാത്തൊരു കൗതുകമായി. അപ്പം എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്ലോക്ക് ഇപ്പോൾ? അപ്പോൾ ആ ഉപ്പ പറഞ്ഞു എന്നാണ്, മോനെ, ആ ക്ലോക്ക് എൻ്റെ തലയണയുടെ അടുത്ത് വെക്കണം, എൻ്റെ തലക്കു ഭാഗത്ത് വെക്കണം. എന്നിട്ട് ആ ടിക് ടിക് ശബ്ദം എനിക്ക് കേൾക്കണം. എൻ്റെ ആയുസ്സാണ് ആ ടിക് ടിക് ശബ്ദത്തിലൂടെ ഇല്ലാതെയാവുന്നത് എന്നെനിക്ക് തിരിച്ചറിയണമെന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ കുറച്ചു നേരം നിശബ്ദമായാൽ ഈ പള്ളിയിലെ ക്ലോക്കിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കണ്ടല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലേ? അത് നമ്മുടെ ആയുസ്സാണ്. നമ്മളിങ്ങനെ, അല്ലേ, ഇപ്പോൾ നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു വിചാരിക്കുക. അപ്പോൾ നമ്മളെ മുമ്പിൽ, അല്ലേ, കൗണ്ട് ഡൗൺ വെക്കുമല്ലോ, 10, 9, 8, 7, 6, 5, 4, 3, 2. ആ 2ക്കും 3ക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ കടന്നൊരു വെപ്രാൾ, അങ്ങോട്ട് തിരിയൽ ഇങ്ങോട്ട് തിരിയൽ, എന്താ പഠിച്ചവനെ ചെയ്യുക? യഥാർത്ഥത്തിൽ നമ്മളൊരു കൗണ്ട് ഡൗണിലാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. 100-ൽ നിന്ന് തുടങ്ങി, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എവിടെ എത്തിയെന്ന് നമുക്കറിയോ? അതുകൊണ്ട് ഈ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. 1 മിനിറ്റിന് വേണ്ടിയിട്ടാണ് മരിച്ച ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കുക. 1 മിനിറ്റിന് വേണ്ടി. മരിക്കുന്ന മുതൽ റഹ്മാനായ റബ്ബിനോട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടങ്ങാത്ത ആഗ്രഹം, റബ്ബേ, 1 നിമിഷമെങ്കിലും ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കാൻ അവസരം താട്ട് റബ്ബേ എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞില്ലേ, അവർ പറയും മരണത്തിൻ്റെ നേരത്ത്, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ, ഒരു അല്പനേരത്തേക്ക് കൂടി എനിക്ക് നീ ആയുസ് നീട്ടിത്തന്നാൽ, നുജിബ് ദഅവതക വനത്തബിഉർ റുസുൽ, നിന്റെ വിളിക്കുത്തരം ഞാൻ നൽകാം, നിന്റെ പ്രവാചകന്മാരെ ഞാൻ അനുസരിച്ചു കൊള്ളാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരിക്കലും അവനെ ഞാൻ പിന്തിപ്പിക്കുകയില്ല. അള്ളാഹ് പിന്തിപ്പിക്കില്ല. പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് നമ്മളെ മുമ്പിൽ കൊണ്ട് വരുമ്പോൾ, പടച്ച റബ്ബേ, 1 നിമിഷം കൂടി എനിക്ക് കിട്ടുമോ? ഒന്നുകൂടെ 2-3 തെറ്റും കൂടി ഉണ്ട്, അതൊന്നും കൂടി തൗബ ചെയ്യട്ടെ എന്ന് പറയാൻ അവസരം തരില്ല. മഹാനായ ഒരു പണ്ഡിതൻ സുഫിയാൻ ഇബ്നു ഉയൈന, അദ്ദേഹം കൂഫ പള്ളിയിൽ ഒരിക്കൽ പള്ളിക്കുള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ടു, കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ആ പള്ളിയിൽ ഇദ്ദേഹം കുറച്ച് സമയം ഇരുന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് നീങ്ങുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്, എന്തോ കാത്തിരിക്കുന്നത് പോലെ. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ കുറേ സമയമായല്ലോ, എന്താ നിങ്ങൾ കാത്തിരിക്കുന്നത്? ആരെയാണ് കാത്തിരിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, നൻതളിറുൽ മൗത്ത്, മരണത്തെയാണ് ഞാൻ, മരണത്തെയാണ്. മുന്തു സലാസീന സന, 30 കൊല്ലമായി ഞാൻ മരണത്തെ കാത്തിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ മറുപടി അതാ, 30 കൊല്ലമായി ഞാൻ മരണത്തെയാണ് കാത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് ആരോടും
ഒരിടപാടുമില്ല. എല്ലാ ഇടപാടും ഞാൻ തീർത്തിട്ടുണ്ട്. ഒരാളോടും കടബാധ്യതയില്ല, അതൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഒരാളോടും എനിക്ക് പശ്ചാത്താപം തേടാനില്ല. ഞാൻ തിന്മയിൽ നിന്നെല്ലാം തൗബ ചെയ്ത് ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, മരണത്തെ കാത്തിരിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പം ഈ റമദാനിൻ്റെ തുടക്കത്തിൽ എൻ്റെ നാട്ടിലൊരു സുഹൃത്ത്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമായി കൊടുക്കട്ടെ, വളരെ നമ്മുടെ രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സജീവ സുഹൃത്ത്, അദ്ദേഹം റമദാനിൻ്റെ ആദ്യ 2 തറാവികൾക്കൊക്കെ വന്ന് പിന്നെ ഒരു ചെറിയ പ്രയാസം, സ്റ്റൂളിലിരുന്ന് നിസ്കരിച്ചു. അപ്പോഴും ആളുകൾ വന്ന് അദ്ദേഹം ഇമാമ് തെറ്റിയപ്പോൾ ഇമാമിൻ്റെ തെറ്റുപോലും തിരുത്തി കൊടുത്തു എന്നാണ്. ഖുർആനിലൊക്കെ അത്ര അറിവുണ്ട് ആ മനുഷ്യന്. അപ്പോൾ ആ മനുഷ്യനോട് എന്താണ് പ്രയാസം എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ഇടങ്ങറുണ്ട്. പിറ്റേ ദിവസം വെന്റിലേറ്ററില്ല, 2 ദിവസം വെന്റിലേറ്ററിൽ, 3-ാമത്തെ ദിവസം ആൾ മരണപ്പെട്ടു. അതൊന്ന് ആലോചിച്ച് നോക്കും, ഇത്ര ഉള്ളൂ നമ്മുടെ ജീവിതം. ആ മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവും, ഒരിക്കൽ പോലും. ഞാൻ എന്നും കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ ബൈക്ക് പള്ളിക്കുള്ളിൽ കയറ്റി വെച്ച് ഞാനിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ മനുഷ്യനെ കാണാറുണ്ട്. ഇനി ആ മുഖം കാണാൻ കഴിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പെട്ടെന്നാണ് ഓരോരുത്തരില്ലാതെയാവുന്നത്. നമുക്ക് ഒരു സമയമുണ്ട്, ആ സമയം വന്നാൽ ആ ബസ് വന്ന് നമ്മൾ കയറിപ്പോണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിളിയാളം വന്നാൽ അല്ലേ, എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് കാത്തിരിക്കുമ്പോൾ ഒരു അറിയിപ്പ് വന്നാൽ പിന്നെ നമ്മളെല്ലാവരും പാടെ ബാഗ് എടുത്തൊരു പോക്കുണ്ടല്ലോ, ഇതുപോലെ മലക്കുൽ മൗത്ത് നമുക്കുള്ള സമയമായാൽ നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും ആ സമയത്ത് പടച്ചോനോട് ഒരു സെക്കൻഡ് കൂടെ റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹ് മടക്കൂല. നരകത്തിനുള്ളിൽ കടന്നിട്ടും മനുഷ്യൻ കരയുന്നാൻ. കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യൻ പറയും, പടച്ചോനെ എനിക്കൊരു മടക്കം കൂടെ തരൂ. ലൗ അന്ന ലനാ കറാ, അള്ളാഹുവേ ഒരു മടക്കം നീ എനിക്ക് തരുമോ, ഞാൻ നന്നായി കൊള്ളാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ബാക്കിയാക്കിയിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങനെ പറയുന്നാണ്. അവിടെയും തീർന്നില്ല, നരകത്തിനുള്ളിൽ കടന്നിട്ടും മനുഷ്യൻ കരയുന്നത് കുറച്ച് സമയത്തിനാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത്, വഹും യസ്തരിഖൂന ഫീഹാ, അവർ ആ നരകത്തിനുള്ളിൽ അട്ടഹസിക്കുകയാണ്. എന്തിനാണ് അവർ കരയുന്നത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് പുറത്തിറക്കി തരണം, നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ ബാക്കിയാക്കിയ ഒരുപാട് നന്മകളുണ്ട്. ഞങ്ങൾക്കറിയാമായിരുന്നു നോമ്പിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച്, ഞങ്ങൾക്കറിയാമായിരുന്നു ഖുർആനിൻ്റെ പഠനത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച്, ഞങ്ങൾക്കറിയാമായിരുന്നു സ്വതക്കയുടെ പ്രതിഫലത്തെക്കുറിച്ച്. നാദാ, ഇങ്ങനെ വ്യത്യസ്തമായ കർമ്മങ്ങളുടെ പ്രതിഫലവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ റബ്ബേ, ഞങ്ങളത് ചെയ്യാൻ ഞങ്ങളുടെ മനസ്സ് സമ്മതിച്ചിട്ടില്ല. ഇന്നിതാ നരകത്തിൻ്റെ തീജ്വാലകൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറി ഞങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ഞങ്ങൾക്കതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് ഇറക്കിത്തന്നാൽ ആ വിട്ടുപോയ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം. അള്ളാഹുവിൻ്റെ മറുപടി പ്രിയപ്പെട്ടവരെ, അബലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ആയുസ് തന്നില്ലേ എന്നാണ് അള്ളാഹിൻ്റെ ചോദ്യം. ആയുസ് തന്നില്ലേ? ഇവിടെ ജീവിക്കാനുള്ള അവസരം തന്നില്ലേ? ആ ആയുസ് കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇനി ഇങ്ങോട്ട് വർത്താനം പറയാണ്ടാൻ, എന്നോട് മിണ്ടിപ്പോകണ്ട, വലാ തുകല്ലിമൂനി, എന്നോട് സംസാരിക്കണ്ട, ഇഖ്സൗ, നിന്യനായി അവിടെ കഴിഞ്ഞുകൊള്ളൂ, എന്നോട് ഉരിയാടാൻ വരല്ലേ എന്ന് റഹ്മാനായ റബ്ബ് പറയും. പടച്ച റബ്ബ് ആ ദൗർഭാഗ്യത്തിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരാൾക്ക് മരണം സംഭവിക്കുമ്പോൾ അത് മുതൽ അവൻ കൊതിക്കുന്നത് സമയത്തെയാണ്. അതുകൊണ്ട് മരണത്തെക്കാൾ അപകടമാണ് സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിനോടാണ് ഏർപ്പെടുന്നത്. സമയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടാണ് ബന്ധം വിച്ഛേദിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും സമയത്ത് നമ്മൾ കളയരുത്. നമ്മൾ ചില ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇന്ന് എന്താവോ സമയമുണ്ട് പോണില്ല അല്ലേ, അങ്ങനെയാണ് ചില ആളുകൾ പറയുക. സുഹൃത്തുക്കളെ, നമ്മുടെ മുൻഗാമികളുണ്ടല്ലോ, അവരൊക്കെ ദിർഹമുകൾക്കും ദീനാറുകൾക്കും വില കൊടുക്കുന്നതിനേക്കാൾ വില കൊടുത്തിരുന്നു ഒരു മിനിറ്റ് എന്നുള്ളതാണ്. ഒരു മിനിറ്റിന്. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരുമ്പോൾ, പള്ളിക്ക് വരുമ്പോൾ നമ്മളെ പേഴ്സിൽ നിന്ന് ഒരു 500 റുപ്യ പോയി. ബസ്സിൽ നിന്ന് എങ്ങനെയോ നമ്മളിങ്ങനെ എടുക്കുന്നതിനിടയിൽ പോയി. ഇന്ന് വൈകുന്നേരം വരെ നമ്മളെ വർത്തമാനത്തിൽ നമ്മളെ ആളുകൾ കാണുമ്പോൾ 500 പോയി, എന്താ ചെയ്യുക, തന്നെ ഇരിക്കും അല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹ്മത്തുള്ളാഹിയുടെ ഒരു വാചകമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ദിർഹം പോയാൽ അവൻ ഇങ്ങനെ പറയും, ദഹബ ദിർഹമി ദഹബ ദിർഹമി, എൻ്റെ ആ ദിർഹം പോയല്ലോ പടച്ചോനെ,
നമ്മൾ 500 പോയി അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മളെ കൂട്ടുകാരനെ കണ്ട എടാ എൻ്റെ ബസ്സിലേ 500 പോയി, എന്താവും അത് പോകാൻ വെച്ചാൽ ആയിക്കോട്ടെ പോകാൻ വെച്ചായിരിക്കും, എന്നാലും ഇല്ല ഒരു സമാധാനം, എന്നാലും നമ്മൾ 500ൻ്റെ കഥ തന്നെ പറഞ്ഞിരിക്കും. എന്നാൽ ഒരു ദിവസം അത് പോയി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഇന്നലത്തെ ഞായർ അങ്ങോട്ട് പോയപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പടച്ച റബ്ബേ ആയുസ്ന്ന് ഒരു ഞായർ കൂടെ കഴിഞ്ഞല്ലോ, എന്തുണ്ടാക്കി. ദഹബ യൗമി, എൻ്റെ ഒരു ദിവസം നഷ്ടപ്പെട്ടല്ലോ. മാ അമിൽതു ഫീഹി, ഞാൻ എന്താണ് റബ്ബേ അതിൽ ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? മഹാന്മാരായ സ്വഹാബത്ത് പ്രിയപ്പെട്ടവരെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ പൊട്ടിക്കരയാറുണ്ട് എന്നാണ്. പൊട്ടിക്കരയും. എന്തിനെന്നറിയോ? മഹാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, മാ നദിംതു അലാ ഷൈഇൻ, ഞാൻ ഒന്നിൻ്റെ പേരിലും ഖേദിച്ചിട്ടില്ല. ഒരുപാട് എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ പേരിൽ ഒന്നും എനിക്ക് സങ്കടമില്ല. എൻ്റെ സങ്കടം എന്തിൻ്റെ പേരിലാണ്? വനദ്മീ അലാ യൗമിൻ, എൻ്റെ സങ്കടം, എൻ്റെ ഖേദം ഒരു ദിവസത്തിൻ്റെ പേരിലാണ്. ദഹബ ഗറബത് ശംസുഹു, അതിൻ്റെ സൂര്യൻ അസ്തമിച്ചു പോയി. വനഖസ ഫീഹി അജലി, എൻ്റെ ആയുസ്സിൽ നിന്ന് അല്പം കുറഞ്ഞുപോയി. വലം യസിദ് ഫീഹി അമലി, എൻ്റെ അമലുകളിലാവട്ടെ ഒന്നും തന്നെ കൂടിയതുമില്ല. ഒരു ദിവസത്തിൻ്റെ സൂര്യൻ എൻ്റെ അസ്തമിച്ചു പോയപ്പോൾ പടച്ചോനെ എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം പോയല്ലോ, എൻ്റെ അമലിൽ ഒന്നും കൂടിയില്ലല്ലോ പടച്ചോനെ എന്ന് ആലോചിച്ച് കരയുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നല്ലോണം ഗൗരവം കൊടുക്കുക. എന്നാൽ നമ്മുടെ മനസ്സിന് ഈമാൻ ഉണ്ട്. ഈമാനുള്ള ഹൃദയത്തിൻ്റെ മൂന്നാമത്തെ അടയാളം അതാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായും ഉപയോഗിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് ചെയ്യട്ടെ. നാലാമത്തൊരു അടയാളം പ്രിയപ്പെട്ടവരെ, അൽ ഹമ്മു ഹമ്മുൽ ആഖിറ, മനസ്സ് മുഴുവൻ പരലോക ബോധം മാത്രം ഉണ്ടാവുക. മനസ്സിലൊരിക്കലും രണ്ട് കാര്യങ്ങൾ ചേർത്തു വെക്കാൻ കഴിയില്ല. ഒന്നുകിൽ നിഫാക്ക് അല്ലെങ്കിൽ ഈമാൻ, ഒന്നുകിൽ പരലോകം അല്ലെങ്കിൽ ദുനിയാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് മുഴുവൻ പരലോകത്തെ എന്ത് ചെയ്യണം? നമ്മൾ കയറ്റി വെക്കണം. അപ്പോൾ ദുനിയാവ് വേണ്ടാന്നറിയാം? അല്ല, ദുനിയാവ് പ്രിയപ്പെട്ടവരെ നമ്മൾ ലക്ഷ്യമിട്ടില്ലെങ്കിലും പരലോകത്തിന് വേണ്ടി ജീവിച്ച ആളുകൾക്ക് ദുനിയാവ് പടച്ചോൻ കൊടുക്കും. മഹാനായ ഹസനുൽ ബസ്രി റഹിമുള്ള ഒരിക്കൽ അദ്ദേഹം ഒരു പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, യുവാക്കൾ, അവർ നിസ്കരിക്കുന്നില്ല. അപ്പോൾ അവരോട് ഹസനുൽ ബസ്രി പറഞ്ഞു, ഹസനുൽ ബസ്രി എന്ന് പറഞ്ഞാൽ 30 സ്വഹാബികളെ കണ്ടുമുട്ടിയ മഹാപണ്ഡിതനും താബിഈയാണ്. ആ പണ്ഡിതനായ ഹസനുൽ ബസ്രി റഹിമുള്ള പറയാൻ, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, അലൈക്കും ബില്ലാഖിറ, നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിച്ചോളി. കാരണം ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, അവർ പരലോകത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ അള്ളാഹ് ദുനിയാവും കൊടുത്തു. പക്ഷെ ഞാൻ ഒരാളെപ്പോലും കണ്ടിട്ടില്ല ദുനിയാവിന് വേണ്ടി ജീവിച്ചിട്ട് പരലോകം കിട്ടിയെന്നാണ്. ദുനിയാവിന് വേണ്ടി ജീവിച്ചിട്ട് പരലോകം കിട്ടിയ ഒരാളെപ്പോലും എനിക്കറിയില്ല. എന്നാൽ പരലോകത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ റഹ്മാനായ റബ്ബ് ദുനിയാവും കൊടുത്ത ഒരുപാട് പേരെ എനിക്കറിയാം എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമുള്ള പറയാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സ് നിറയെ പരലോകമാക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, തൊലാഖുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെ തൊലാഖ് ചെയ്തു, അങ്ങനെ ഒരു പ്രചരണമൊക്കെ ഉണ്ടായി. ആ പ്രചരണവുമായി ബന്ധപ്പെട്ട്, കാരണം ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു മകൾ റസൂലിൻ്റെ ഭാര്യയാണല്ലോ, ഹഫ്സ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ബേജാറായി. ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലിൻ്റെ വീട്ടിൽ വന്നു, നിജസ്ഥിതി പരിശോധിച്ചു. അങ്ങനെ അതൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ റസൂലിൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് റസൂലിൻ്റെ റൂമൊന്നിങ്ങനെ നോക്കുകയാണ്. ഒന്നിങ്ങനെ 4 പുറം നോക്കി, ഒരു സൗകര്യമില്ല. ഒരു വട്ടം നോക്കുള്ളൂ എന്നാണ്, പിന്നെ നോക്കൂല, അതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ വന്ന് നോക്കി ഒറ്റ നോട്ടം അതിനുള്ളേ ഉള്ളൂ എന്നാണ്. രണ്ടാമത്തെ ഒരു വട്ടം നോക്കാൻ മാത്രം അവിടെ ഒന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഈ ഉമ്മത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം റോമക്കാരും പേർഷ്യക്കാരും ഒക്കെ ശിർക്ക് ചെയ്യുന്നവരാണ്. റോമക്കാരും പേർഷ്യക്കാരും ശിർക്ക് ചെയ്യുന്നവരാണ്. എന്നിട്ട് പോലും അവർക്ക് ദുനിയാവുണ്ട് റസൂലേ, അവർക്ക് ദുനിയാവ് അവരുടെ കയ്യിലുണ്ട്. എന്തെല്ലാം സൗകര്യങ്ങളാണ്, എന്തെല്ലാം അഭിവൃദ്ധികളാണ്, എന്തെല്ലാം സംവിധാനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ദുനിയാവ് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് നമ്മളോടൊക്കെ ചോദിക്കണം കേട്ടോ. അബ ഫീ ശക്കിൻ അൻത യബ്നൽ ഖത്താബ്, എനിക്ക് വല്ല സംശയം ഉണ്ടോ എന്നാണ്. പരലോകത്തിലെ സുഖങ്ങളാണ് ഏറ്റവും വലിയ സുഖം, ഇതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? ഉമറെ, ദുനിയാവ് ഒന്നുമല്ല, ദുനിയാവിൻ്റെ സുഖങ്ങൾ ഒന്നുമല്ല ഉമറെ. ഹഉലാഇ ഖൗമുൻ, ആ കൂട്ടരുണ്ടല്ലോ, റോമക്കാരാവട്ടെ പേർഷ്യക്കാരാവട്ടെ, നീ വാചാലമായി സുഖസൗകര്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ
ആ കൂട്ടരുണ്ടല്ലോ ഉജ്ജിലത് ലഹുമുത് ത്വയ്യിബാതുഹും ഫിദ്ദുനിയ, അവർക്ക് ദുനിയാവേ ഉള്ളൂ, സുഖസൗകര്യങ്ങൾ ദുനിയാവോട് കൂടി അവസാനിക്കും. ഉമറേ ലനൽ ആഖിറ, നമുക്ക് പരലോകാണ്. നമ്മൾ ഒരുപാട് കേട്ടൊരു ചരിത്ര സംഭവം ഉണ്ടാവും. റസൂലിൻ്റെ മുതുകത്ത് ഈത്തപ്പന യോലയുടെ അടയാളം കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അപ്പോഴും റസൂൽ പറയുന്നുണ്ട് ഉമറേ ലനൽ ആഖിറ, നമുക്ക് പരലോകാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരലോക ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുമരിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. അപ്പം അത് അദ്ദേഹം ഇങ്ങനെ റെഡിയാക്കാൻ ചുമര് റെഡിയാക്കി കൊണ്ട് പടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതുവഴി ഇങ്ങനെ പോയി. റസൂൽ ചോദിച്ചു, അബ്ദുള്ള എന്താ ചെയ്യുന്നത്? അപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞിക്കാൻ, അത് റെഡിയാക്കാൻ. റസൂലിന് അത്ഭുതം തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ സമയത്ത്, അബ്ദുള്ള അൽ അംറു അഅ്ജലു മിൻ ദാലിക്, മരണം ഇതിനേക്കാൾ വേഗത്തിൽ വരും കേട്ടോ, മരണം ഇതിനേക്കാൾ വേഗത്തിൽ വരും, അതിനു വേണ്ടി കൂടെ ഒരുങ്ങിക്കോ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സ്വഹാബി വീടിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണപ്പോൾ അത് നന്നാക്കുമ്പോഴും റസൂലിന് പറഞ്ഞു കൊടുക്കാനുള്ള എന്താ? ഇതൊക്കെ ഒഴിവാക്കാനുള്ളതാണ്. ഇതൊക്കെ നമ്മളിവിടെ വിട്ടുപോകും, ഒന്നും കൊണ്ടുപോകില്ല, ഉണ്ടായതൊക്കെ ഇവിടെ വെക്കും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ ടാറ്റയുടെ മുതലാളി മരണപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടില്ലേ എന്തെല്ലാം സംവിധാനം, എന്തെല്ലാം കമ്പനികൾ എന്താ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അറബിയിൽ ഒരു കവിത ഉണ്ട്, വളരെ മനോഹരമാണ്, ചിന്തനീയമാണ്. വമാ ഖറജു മിൻ അദ്ദുനിയ ഇല്ലാ ബിഖുത്രിൻ വഖിർഖത്തിൻ വമാ അമ്മറു മിൻ മൻസിലിൻ ളല്ല ഖാവിയ. ദുനിയാവിൽ നിന്ന് അവർ പോയത് പരുത്തി തുണിയും അല്പം ചില തുണിക്കഷ്ണങ്ങൾ മാത്രമായിട്ടാണ്. അവർ ജീവിച്ചിരുന്ന അവരുടെ സുഖ സൗകര്യങ്ങളുടെ ദുനിയാവിൻ്റെ എല്ലാം ളല്ല ഖാവിയ, അതൊക്കെ വിട്ടേച്ചു പോയി, ശൂന്യമാണെന്നാണ്. അവരുടെ നല്ല നല്ല വീടുകൾ, അവരുടെ നല്ല നല്ല സ്ഥാപനങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ എല്ലാം ദുനിയാവിലാണ്. വമാ ഖറജു ഇല്ലാ ബിഖുത്രിൻ വഖിർഖത്തിൻ വമാ അമ്മറു മിൻ മൻസിലിൻ ളല്ല ഖാവിയ. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്, കൊണ്ടുപോയത് 3 കണ്ടം കഫൻ തുണി മാത്രമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കൊന്നും കൊണ്ടുപോകില്ല. അതുകൊണ്ട് പരലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അപ്പോൾ ദുനിയാവ് മനസ്സ് കയറിയിട്ട് ഞാനിപ്പോൾ പടച്ചോനെ ദുനിയാവിൻ്റെ പിന്നാലെ ആയോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? പള്ളിക്കാട്ട് പോവുക. എന്നിട്ട് ആ ഖബറുകൾ ഇങ്ങനെ നോക്കുക. കുറേ ഖബറുകൾ നമ്മളിങ്ങനെ കാണും. നമ്മളെപ്പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നവരാണ്, നമ്മളെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നവരാണ്, നമ്മളെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാഴ്ചപ്പാടുകളും സുഖസൗകര്യങ്ങളും എല്ലാം ആശിച്ചും അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചവരാണ്. അവരിപ്പോൾ എവിടെയുള്ളത്? മണ്ണിൻ്റെ അടിയിലാണ്. ആ ചിന്ത മാത്രം മതി നിങ്ങൾക്ക് ദുനിയാവിനെ വിരക്തി തോന്നാനുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇടയ്ക്കിടയ്ക്ക് പള്ളിക്കാട് കാണണമെന്ന് അള്ളാഹ് വെറുതെ പറഞ്ഞല്ല. സൂറു അൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ പോയി സന്ദർശിക്കണം. ഫഇന്നഹ തുദക്കിറുക്കുമുൽ ആഖിറ, പരലോക ബോധം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ളവരാണ്. നമ്മുടെ ലോകം പരലോകമാണ്, അവിടെ നമുക്ക് വേണ്ടത് സ്വർഗമാണ്, വേറൊന്നുമല്ല. അതുകൊണ്ട് മനസ്സ് നിറയെ അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ചുള്ള ലക്ഷ്യം മാത്രം വെക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരലോക ബോധമുള്ള ആൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. പക്ഷെ ആ റസൂല് പോലും പ്രാർത്ഥിച്ചത് എന്താ? വലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിന, പടച്ചോനെ മനസ്സിൽ ദുനിയാവാവരുത് ഏറ്റവും പ്രധാനം, ദുനിയാവിനോട് ഏറ്റവും വലിയൊരു ഭ്രമം എനിക്ക് തോന്നരുത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഖന്നിഅ്നി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി, പടച്ചോനെ നീ എനിക്ക് തന്നതിൽ എനിക്ക് തൃപ്തി കാണാനും, ആ തന്നത് കുറച്ചേ ഉള്ളൂ എങ്കിൽ ആ കുറച്ചിൽ എനിക്ക് കൂടുതൽ ബർക്കത്ത് നീ തരുകയും ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയത് കൊണ്ട് ജീവിക്കാനുള്ളൊരു മനസ്സും, ഈ തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സും, അതേപോലെ തന്നെ പരലോകമാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന മനസ്സും എനിക്ക് നീ നൽകണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ. നോക്കൂ, നിങ്ങൾ ഖന്തക്ക് യുദ്ധത്തിൽ അവരിങ്ങനെ കിടങ്ങ് കുത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. നമ്മളിങ്ങനെ ഐലസ എന്ന് പറയുന്ന പോലെ അവരിങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇപ്പം നമ്മളൊക്കെ ഈ ഒരു മരമൊക്കെ പിടിക്കുന്ന സമയത്ത് പണ്ടൊക്കെ ഒരു ഐലസ പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇതുപോലെ ഖന്തക്കിൽ ഇങ്ങനെ കുത്തുന്ന സമയത്ത് അവർ പറഞ്ഞത് അല്ലാഹുമ്മ ലാ ഐഷ ഇല്ല ഐഷുൽ ആഖിറ, ജീവിതം എന്ന് പറഞ്ഞ പരലോകാണ്. എന്നിട്ടാണ് കുത്തുന്നത്. 2 കല്ല് വയറ്റത്ത് കെട്ടിവെച്ച് വയറിൽ ഒരു തുള്ളി ഭക്ഷണമില്ലാതെ, വെള്ളം കിട്ടാതെ പട്ടിണി പാവങ്ങളായ സ്വഹാബത്ത് ഒരു കുതിരക്ക് ചാടിക്കടക്കാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് ആഴവും അതുപോലെ തന്നെ വ്യാപ്തിയും വീതിയുമുള്ള
വലിയൊരു കിടങ്ങ് കുഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ, അവരുടെ ബോധ്യം എന്താണെന്നറിയോ? അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ, പരലോകമാണ്, ദുനിയാവല്ല പരലോകമാണ് വലുത് എന്ന ബോധ്യം മനസ്സിനെ പറഞ്ഞ് കുത്തുതരുന്നവരെന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിലും പരലോകം എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഒരിക്കൽ റസൂലിന് ദൗമത്തു ജന്തലിലെ ഉക്കൈദിർ എന്ന് പറയുന്ന രാജാവ് ഒരു പട്ടിൻ്റെ വസ്ത്രം സമ്മാനം കൊടുത്തു. ദൗമത്ത് ജന്തൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഉക്കൈദിർ അള്ളാഹുവിൻ്റെ റസൂൽ നല്ല നേർത്ത നല്ലൊരു പട്ടിൻ്റെ വസ്ത്രം കൊടുത്തു. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ അത് കണ്ടിട്ട് അത് തന്നെ നോക്കിയിരിക്കുക. കാരണം അത്ര ഭംഗിയുണ്ട്, നല്ല മിനുസമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ റസൂൽ പറഞ്ഞു, ലമനാദീലു സഅദ് ഇബ്നു മുആദ് ഫിൽ ജന്നതി അഹ്സനു മിൻ ഹാദാ. സഅദ് ഇബ്നു മുആദിന് പരലോകത്ത് സ്വർഗത്തിൽ അള്ള കൊടുക്കുന്ന കർച്ചീഫ് ഉണ്ടല്ലോ, അത് ഇതിനേക്കാൾ ഉഷാറാണെന്നാണ്. കർച്ചീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൊടുക്കാത്തൊരു സാധനമാണ്. അല്ലാതെ പോയാ കർച്ചീഫ് പോയി പറഞ്ഞിട്ട് നമ്മൾ മലപ്പുറത്ത് ഒറ്റപ്പാലത്ത് വരില്ലല്ലോ കർച്ചീഫ് എടുക്കാൻ. അത് പോയാ ഞാൻ അടുത്തത് വാങ്ങും. കർച്ചീഫിന് വില കൽപ്പിക്കില്ല. നമ്മുടെ മൂക്കിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വയർപ്പൊക്കെ തുടച്ചു മാറ്റാനല്ലേ കർച്ചീഫ്. അത്ര നിസ്സാരമായ വസ്തു അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് അത് ഇതിനേക്കാൾ ഖൈറാണ്. ഒരു രാജാവ് കൊടുത്ത പട്ടിനേക്കാൾ ഖൈറാണ് സഅദ് ഇബ്നു മുആദിന് സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം തുടക്കാൻ കിട്ടുന്ന കർച്ചീഫ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗമാണ് വലുത്. അലാ ഇന്ന സലഅത്തല്ലാഹി ഗാലിയ, നിങ്ങൾ അറിഞ്ഞോളിയും, സ്വർഗ ഏറ്റവും വലുത്. സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തോളിന്നാണ്. അതുകൊണ്ടാണ് മഹാനായ റബീഅ, നിങ്ങളൊക്കെ ഒരുപാട് കേട്ടൊരു ചരിത്രമായിരിക്കും അത്. റബീഅ റളിയല്ലാഹു അൻഹു പാവാൻ, അസ്ഹാബു സുഫയിൽപ്പെട്ട ഒരു സ്വഹാബിയാണ്. എന്ന് വെച്ചാൽ മദീനയിലെ ഒരു ഓരത്ത് പട്ടിണികളായി കടന്ന് ജീവിച്ച കുറച്ച് സ്വഹാബത്തുണ്ട്, നമുക്കറിയാം. അവർക്ക് ഭക്ഷണം മറ്റുള്ള സ്വഹാബികളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്ന് വെച്ചാൽ ബാക്കി വരുന്നതാണ്. അതേപോലെ തന്നെ അവർക്കുള്ള വസ്ത്രം മറ്റുള്ള സ്വഹാബികൾ കൊണ്ടുകൊടുക്കുന്നതാണ്. ആ മദീന പള്ളിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ കടന്നിട്ടാണ് അവർ ജീവിക്കാറുള്ളത്. പട്ടിണി കാരണം അവർ സൊഫിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ബോധം കെട്ട് വീണിട്ടുണ്ട്. അത്ര ദരിദ്രരായ സ്വഹാബികളിൽ ഒരാളാണ് റബീഅ റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹിതനല്ല, പണമില്ല, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല, ഒന്നുമില്ല. ഈ റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം എന്നും നബിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. എന്തിനെന്നറിയോ? റസൂലിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പോൾ വേഗം പോയി അത് ചെയ്തു കൊടുക്കാൻ, ഒരു ഖിദ്മത്ത്, ഒരു സേവനം. ഒരിക്കലും രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉളൂ എടുക്കാൻ വേണ്ടി വെള്ളം വെച്ചു കൊടുത്തു ഇദ്ദേഹം. ആ വെള്ളം വെച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. റസൂൽ ചോദിച്ചു, റബീഅ എന്താ നിൻ്റെ ആവശ്യം? സല്ലിയാ റബീഅ, റബീഅ എന്താ നിനക്ക് വേണ്ടത് നീ ചോദിച്ചു. ആ സമയത്ത് പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂലൊന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് സമ്പത്ത് കിട്ടും, വീട് കിട്ടും, എല്ലാം കിട്ടും. വിവാഹിതനല്ല, എടുക്കാനൊരു വസ്ത്രം പോലും മര്യാദക്കില്ല, ദരിദ്രനാണ്, എല്ലാം കൊണ്ടും പാവപ്പെട്ടൊരു സ്വഹാബിയാണ്. അദ്ദേഹം എന്താ ചോദിച്ചെന്നറിയോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റസൂലേ, നിങ്ങളെ കൂടെ സ്വർഗത്ത് കയറണം. റസൂലേ, നിങ്ങളെ കൂടെ സ്വർഗത്ത് കയറണം. വേറെ ഒന്നും വേണ്ട എനിക്ക്, വേറെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ദുനിയാവല്ല വേണ്ടത്, സ്വർഗമാണ്. ബദറിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹൈസമയും സഅദ് റളിയല്ലാഹു അൻഹും ഉപ്പയും മോനും തമ്മിലൊരു പരസ്പരം തർക്കം നടക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ വീട്ടിൽ രണ്ടുപേരും തമ്മിലൊരു ചർച്ച. രണ്ടുപേരും പറയാൻ ഞാൻ പോകും, വാപ്പ പറഞ്ഞു ഞാൻ പോയിക്കൊണ്ട്, മോൻ പറയില്ല ഞാൻ പോകും. കാരണം രണ്ടുപേരും പോകാൻ പാടില്ല, ഒരാൾ വീട്ടിൽ വേണേനും. അപ്പോഴാണ് നറുക്കെടുത്തത്. നറുക്ക് വീണത് സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്, മകനാണ്. ആ സമയത്ത് വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്. വാപ്പ പറയാം, മോനെ എനിക്ക് ഇനിയും അവസരം കിട്ടും, ഈ യുദ്ധത്തിന് ബാപ്പാക്ക് അവസരം തരുമെന്നാണ്. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നമ്മളൊക്കെ നമ്മുടെ മനസ്സിനോട് ചേർത്ത് ചിന്തിക്കുക. ലൗ കാന ഗൈറുൽ ജന്ന ലഫഅൽത്, സ്വർഗത്തിനല്ലായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു എന്നാണ്. ഇത് സ്വർഗത്തിൻ്റെ കളിയാണ്. ബദർ സ്വർഗത്തിൻ്റെ രണഭൂമിയാണ്. അതുകൊണ്ട് ഉപ്പ, സ്വർഗമല്ലാത്ത മറ്റെന്തിനെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു എൻ്റെ അവസരം. പക്ഷെ ഇത് സ്വർഗത്തിൻ്റെ വിഷയമാണ്, ഞാൻ തരൂല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, സ്വഹാബികൾക്ക് സ്വർഗമാണ് വലുത്. അതുകൊണ്ട് ജീവിതത്തിൽ സ്വർഗം, അതിനുവേണ്ടി പരലോകം എന്ന ബോധത്തിൽ നമ്മൾ എപ്പോഴും ജീവിക്കണം. ഏത് സമയത്തും നമ്മൾ ഈ ലോകത്തോട് വിട പറയുമെന്ന ബോധ്യം നമുക്കെപ്പോഴും വേണം. ഏത് സന്ദർഭത്തിലും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കാം. ഖബറിലേക്ക് എടുത്തു വെച്ചാൽ കൊണ്ടുപോകാനുള്ളത് നമ്മുടെ കർമ്മങ്ങൾ മാത്രം. അതുകൊണ്ട് നാലാമത്തെ അടയാളം, മനസ്സിലെപ്പോഴും പരലോക ബോധം ഉണ്ടാവുന്നുള്ളതാണ്. അഞ്ചാമത്, ഈമാനുള്ള ഹൃദയത്തിൻ്റെ അടയാളം, ചെയ്യുന്ന ആരാധനകളിൽ ഒരു ആസ്വാദനം കാണാൻ കഴിയും.
നിസ്കരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം. ഒന്നാലോചിച്ച്, കുറച്ച് കാലം മുമ്പ് ഈ കൊറോണയുടെ ഒക്കെ സീസൺ വന്ന് ചില ആളുകളോട് ഈ പള്ളിയിലേക്കൊന്നും വരാതായപ്പോൾ, കൊറോണ കഴിഞ്ഞിട്ടും ജമാഅത്തിനൊന്നും ചില ആളുകൾ കാണുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് മാനസികമായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്, പള്ളിക്ക് വരാൻ തോന്നുന്നില്ല എന്നാണ്. ഒന്നാലോചിച്ച് നോക്കി, മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ. അതുകൊണ്ട് ഈ മനസ്സൊന്ന് സന്തോഷമായാലാണല്ലോ ഇപ്പോൾ പള്ളിക്കൊക്കെ വരാൻ തോന്നുന്നത്. നമ്മൾ ഈ നിസ്കാരത്തെ എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്, കാന ഇദാ ഹസബഹു അംറുൻ, നബിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നാദ ബിലാൽ, ഉടനെ വിളിക്കുക ബിലാലെ, ഒന്ന് ബാങ്ക് കൊടുത്താൽ ഒന്ന് നിസ്കരിക്കട്ടെ, ഒരു സമാധാനം കിട്ടട്ടെ എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നിസ്കാരത്തിലായിരുന്നു, സമാധാനം അവിടെ ഇരുന്നു എന്നാണ്. ചരിത്രത്തിൽ ഒരു രാജാവിൻ്റെ അടുത്ത് ഒരു ദരിദ്രനായൊരു മനുഷ്യൻ പോയ രാജാവിൻ്റെ വസ്ത്രത്തെ ഇങ്ങനെ പിടിച്ചിട്ട് ആ വസ്ത്രത്തിൻ്റെ നൈർമല്യത്തെ ഇങ്ങനെ തൊട്ട് ഇതെന്തൊരു രസമാണെന്ന് പറയാൻ. അപ്പോൾ ആ രാജാവ് പറയാണ്, എനിക്ക് ഇതല്ല, എൻ്റെ ഈ വസ്ത്രം എന്നല്ല, ഇതിനേക്കാൾ എനിക്ക് അനുഭൂതിയുള്ളൊരു കാര്യമുണ്ട്. ജുഇലത്ത് ഖുറത്തു ഐനി ഫി സ്വലാ, അത് സ്വലാത്തിലാണ്, നിസ്കാരത്തിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് നിസ്കാരത്തിൽ കൺകുളിർമ കിട്ടാറുണ്ടോ? സുബഹിയൊക്കെ ഇങ്ങോട്ട് നിസ്കരിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതി ഉണ്ട്. ഇതിലൊക്കെ സുബഹി നിസ്കാരം ഉണ്ടല്ലോ, അതിലൊരു പ്രത്യേക അനുഭൂതി ഉണ്ട്. ബാക്കിയുള്ളതിലൊന്നും കിട്ടാത്തൊരു പ്രത്യേക അനുഭൂതി, അത് അനുഭവിച്ചറിയുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? സുബഹി നിസ്കാരം പ്രിയപ്പെട്ട ഒരു ജമാഅത്തായി നിർവഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു സുഖമുണ്ട്. അത് നമുക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ നമ്മളിൽ ഈമാനുണ്ട്. അതുകൊണ്ടാണ് മഹാനായ സാബിത്തുൽ ബുന്നാനി റഹിമഹുല്ല, അദ്ദേഹം അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയോ? പടച്ചോനെ, ഖബറിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ അത് എനിക്ക് തരണേന്ന്. ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ അത് എനിക്ക് തരണേന്ന്. അവരൊക്കെ ആ നിസ്കാരത്തെ അത്രമാത്രം ആസ്വദിച്ചിരുന്നു. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ പൊട്ടിക്കരയുക, നല്ല ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കരയുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ മുആദ് ലിമ തബ്കി, മുആദ് നിങ്ങൾ എന്തിനാ കരയുന്നത്? മുആദേ എന്തിനാ കരയുന്നത്? മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കരയുന്നത് നിങ്ങളുടെ ഈ ദുനിയാവിനെ കുറിച്ച് ആലോചിച്ചിട്ടൊന്നുമല്ല. ദുനിയാവ് വിട്ടുപോവുകയാണ്, ഇനി ഈ ദുനിയാവിൽ ജീവനില്ലല്ലോ, ഇനി ഇവിടുത്തെ സൗകര്യമില്ലല്ലോ, ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ കരച്ചിൽ എന്തിനാണെന്നറിയോ? 3 കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന്. 3 കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്ന്, ദീർഘനേരം നല്ല വെയിലുള്ള സമയത്ത് ഇനി എനിക്ക് നോമ്പ് വെക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, നല്ല സുദീർഘമായ പകലുകൾ, നല്ല തീച്ചൂട്, ആ ചൂടുള്ള പകലുകളിൽ ഞാൻ നോമ്പ് നോക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത ആസ്വാദനമുണ്ട് ആ നോമ്പിൽ. അതെനിക്ക് ഇനി കിട്ടില്ലല്ലോ, മരണത്തോടെ അത് അവസാനിച്ചില്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നോമ്പിനെ അവരെത്ര ആസ്വദിച്ചു. നമ്മളൊന്നും ഇപ്പം നോമ്പിലാണ്, അല്ലേ? നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് ചില ആളുകൾക്ക് പറയും മഴക്കാലത്ത് വന്ന കുറച്ചുണ്ട് സമാധാനമായിരുന്നു എന്നാണ്, അതിൻ്റെ ക്ഷീണം അനുഭവിക്കില്ല. ഞാൻ പറയുന്നത് നോമ്പെടുത്തിട്ട് മറ്റേ വെയിലത്ത് പോയി നിൽക്കണം എന്നൊന്നുമല്ല, പക്ഷേ അവരതിൽ കണ്ടൊരു അനുഭൂതിയുണ്ട്. കാരണം ആ ചൂട് അനുഭവിക്കുമ്പോൾ കൂടുതൽ കൂലി കിട്ടുമല്ലോ, അത്ര ത്യാഗം സഹിക്കല്ലേ. നോക്കൂ, അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ആ ഒരു ആസ്വാദനം അതിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹം കരഞ്ഞെന്തെന്നറിയോ? നല്ല തണുപ്പുള്ള രാത്രികളിൽ എഴുന്നേറ്റ് നിന്ന് ഇനി രാത്രി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ്. നല്ല തണുപ്പുള്ള രാത്രികളിൽ എഴുന്നേറ്റ്, അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. നല്ല തണുപ്പുള്ള രാത്രികൾ എന്നാണ് പറയുന്നത്. തണുപ്പുള്ള രാത്രിയിൽ കിടന്നുറങ്ങാനാണ് കുറച്ചുകൂടെ നമുക്കിഷ്ടം, അല്ലേ? നല്ല ചൂടുള്ള സമയത്ത് ഒന്ന് മഴ പെയ്താൽ നമ്മളൊക്കെ പറയുമല്ലോ, ഒന്ന് കിടക്കാൻ ഒരു സുഖം ഉണ്ടാവട്ടോ എന്ന്, അല്ലേ? നമ്മളൊക്കെ പറയാറില്ലേ? നോക്കൂ നിങ്ങൾ, എന്നാൽ കഠിനമായ തണുപ്പുള്ള നല്ല തണുപ്പുള്ള രാത്രികളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ ഇനി മുആദിന് അവസരമില്ലല്ലോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് അദ്ദേഹം കരഞ്ഞെന്തിനാണെന്നറിയോ? ഇനി ഇതുപോലെയുള്ള വിജ്ഞാന സദസ്സുകളിൽ, അള്ളാഹുവിൻ്റെ ദീന് പറയുന്ന സദസ്സുകളിൽ വന്നിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അപ്പോൾ വിജ്ഞാന സദസ്സുകളെയൊക്കെ അവരനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഒരു നിസ്കാരമൊക്കെ, നമുക്ക് നമ്മുടെ ഇബാദത്തൊക്കെ, ഖുർആൻ ഓതുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം വേണം, അല്ലേ? ഖുർആനൊക്കെ ഓതുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആസ്വാദനം വേണം. കാരണം ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഖുർആനിലൂടെ. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, ദുഃഖമുണ്ടോ, അത് എവിടെ പരിഹരിക്കും? ഖുർആൻ, അല്ലേ? നമുക്കൊരു പ്രാർത്ഥന നമുക്കൊക്കെ അറിയുണ്ടാവും. അല്ലാഹുമ്മ അബ്ദുക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാലിൻ ഫീ ഹുക്മുക് അദ്ലുൻ ഫീ ഖലാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അൻസൽതഹു ഫീ കിതാബിക് ഔ അല്ലംതഹു അലാ അഹദിൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅ്സർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക്.
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖം വന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ, ആർക്കെങ്കിലും സങ്കടം ഉണ്ടോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അതുവരെ പറഞ്ഞ എന്താ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, പടച്ചോനെ ഞാൻ നിൻ്റെ ഒരു അടിമയാണ്, ഇബ്നു അമതിക, നിൻ്റെ ഒരു അടിമ സ്ത്രീയുടെ കുട്ടിയാണ്, അതുപോലെ തന്നെ നാസിയതി ബിയദിക്, എൻ്റെ കാര്യങ്ങളൊക്കെ നിൻ്റെ കയ്യിലാണ്, മാലിൻ ഫിയ ഹുക്മുക, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നീ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം നിൻ്റെ തീരുമാനങ്ങളായിരുന്നു, വഅദലുൻ ഫിയ ഖളാഉക, നീ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം നീതിയുക്തവുമാണ്. ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊക്കെ റബ്ബേ നിൻ്റെ തീരുമാനമാണ്. ഈ ദുഃഖം വരിക എന്നുള്ളത് നിൻ്റെ തീരുമാനമാണ്. അതിലെന്തോ ഹിക്മത്തുണ്ട്. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിക്കുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്കുള്ള പേര് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീ പഠിപ്പിച്ചു കൊടുത്ത, നീ ഇറക്കിയ, നീ വേദഗ്രന്ഥങ്ങളിൽ ഇറക്കി ആർക്കെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ദീർഘമായ പ്രാർത്ഥന. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വദഹാബ അമ്മി വജലാഹ ഉദ്നി. പടച്ച റബ്ബേ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തീർക്കണം ഖുർആനിനെ, എൻ്റെ നെഞ്ചകത്ത് പ്രകാശമാക്കി തീർക്കണം ഖുർആനിനെ. രണ്ട് കാര്യമേ വേണ്ടുള്ളൂ. ദഹാബ ഹുദ്നി വജലാഹ അമ്മി, ദുഃഖം പോയി, സങ്കടം പോയി, നമ്മുടെ ടെൻഷൻ പോയി. എങ്ങനെയാണെങ്കിൽ അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമായി ഖുർആനിനെ മാറ്റിത്തരണം. ഖുർആൻ അങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു സന്തോഷം അല്ലേ? നമുക്ക് ഖുർആൻ ഓതുമ്പോൾ വല്ലാത്തൊരു ആസ്വാദനം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയൊക്കെ ഇല്ലാണ്ടാവും. അത് നമ്മൾ അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ, സ്വഹാബത്തൊക്കെ വിശുദ്ധ ഖുർആൻ അത്രയേറെ സ്നേഹിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പൊടി പൊടിയായിരുന്നു, അഥവാ ഓതിയിട്ട് നുരുമ്പിപ്പോയിരുന്നു അതിൻ്റെ പേപ്പറുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയേറെ ഖുർആനുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ റമദാന് ഇതിലൂടെ അങ്ങോട്ട് ഖുർആനെ മാറ്റി വെക്കരുത്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇതുമായി ബന്ധമുണ്ട് നിലപ്പിക്കരുത്. അതുകൊണ്ട് അവസാനത്തൊരു കാര്യം, ജീവിതത്തിൽ നിസ്കാരത്തിൽ എപ്പോഴും ഈമാനുള്ള ഹൃദയമാണെങ്കിൽ, ആറാമത്തെ അടയാളം, നിസ്കാരത്തിന് എപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കും. ബാക്കി എല്ലാ കാര്യത്തെക്കാളും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാവുന്നതാണ്. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഗവർണർമാർക്കൊരു കത്ത് എഴുതുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു നമുക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ ഗവർണർമാർക്ക് എല്ലാവർക്കും ഒരു കത്ത് എഴുതി. ആ കത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? അസ്സലാമു അലൈക്കും മിൻ ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ്, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാഹ്. ഖലീഫമാരെ, നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ഏറ്റവും ഗൗരവപ്പെട്ടത് നിസ്കാരമാണ്. ഒരു ഖലീഫ പോലും, ഒരു ഗവർണർ പോലും എന്ത് ചെയ്യരുത്? നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു അലംഭാവം പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിസ്കാരം ആരെങ്കിലും കൃത്യമാണോ അവൻ്റെ ബാക്കിയൊക്കെ കൃത്യമായിരിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം കൃത്യമായിരിക്കും, അവൻ്റെ ജീവിതത്തിൻ്റെ കുടുംബം കൃത്യമായിരിക്കും, അവൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിയെല്ലാം. നമസ്കാരം ക്ലിയറാണോ ബാക്കിയെല്ലാം ക്ലിയറാവും. എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യമല്ലേ, ബാക്കിയുള്ളതൊക്കെ അതിനേക്കാൾ പാളിപ്പോകുന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, അത് പ്രത്യേകിച്ച് ജമാഅത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. അള്ളാഹു റസൂൽ ഒരിക്കലും പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് വിറക് കൂട്ടി വെക്കാൻ വേണ്ടി പറയാൻ ആഗ്രഹിച്ചു. റസൂൽ പറയുന്നത്, ലഖദ് ഹമംതു അൻ ആമുറ ബിഹത്ബിൻ ഫയുഹ്തബ സുമ്മ ആമുറ ബിസ്സലാത്തി ഫയുഅദ്ദന. അല്ലേ, ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്. എന്താ വിചാരിക്കുന്നത്? അള്ളാഹു റസൂൽ പറയാം, കുറച്ച് വിറകൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കണം, എന്നിട്ട് വിറക് കത്തിക്കുക, എന്നിട്ട് ഒരാളോട് ഇവിടെ ബാങ്ക് കൊടുക്കാൻ പറയാം, എന്നിട്ട് ജമാഅത്ത് തുടങ്ങുക, എന്നിട്ട് ജമാഅത്തിന് വരാത്ത ആളുകളുടെ വീട്ടിൽ പോയിട്ട് വീടോട് കൂടി എന്നിട്ട് കത്തിച്ച് കളഞ്ഞാലോ എന്ന് വിചാരിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ചു, വീടോടുകൂടി അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, വിചാരിച്ചു പോയി എന്നാണ്. ഇമാം അഹമ്മദിൻ്റെ റിപ്പോർട്ടിൽ കാണാം, ആ വീട്ടിൽ കുട്ടികളും സ്ത്രീകളും ഇല്ലെങ്കിൽ അവർക്ക് ജമാഅത്ത് നിർബന്ധമല്ലല്ലോ. കുട്ടികളും സ്ത്രീകളുമില്ലാത്ത വീടുകളിൽ ജമാഅത്ത് നിർബന്ധമായി പള്ളിയിലേക്ക് വരാതെ ഇരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ അങ്ങനെ വീടോടുകൂടി അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞാലോ എന്ന് ആഗ്രഹിച്ചു പോയി എന്നാണ്. അപ്പം ജമാഅത്തിൻ്റെ ഗൗരവം എത്ര ഉണ്ട്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നിസ്കാരവും ഈ ജമാഅത്തും പള്ളിയൊക്കെ നമുക്കൊരു അനുഭൂതിയായി കാണാൻ പറ്റണം. അങ്ങനെ ഈ 6 അടയാളങ്ങൾ ഈമാനുള്ള ഒരു മനസ്സിൻ്റെ അടയാളങ്ങളാണ്. ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ഈമാൻ നിലനിർത്താനും ഈ 6 പറയപ്പെട്ട ഈ 6 അടയാളങ്ങളിൽ കണിശത പുലർത്തി നല്ലൊരു മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മരിച്ച് യാത്രയാവുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഏവർക്കും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.